മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാലക്ഷ്മിക്ക് കൊട്ടേഷൻ കൊടുത്ത് ഗുണ്ടകൾ കൊണ്ടുപോയിട്ട് അവൾക്കൊന്നും സംഭവിക്കാതെ അവൾ തിരിച്ചു വന്നതിൻ്റെ ദേഷ്യം പരസ്പരം പറഞ്ഞു തീർത്തുകൊണ്ടിരിക്കുകയുണ്ട്. കരുണയുടെ അച്ഛനും മുത്തശ്ശി എല്ലാവരും കൂടി. അപ്പോൾ കരുണ പറയുന്നുണ്ട്, ഇത് വല്ലാത്തൊരു നാണക്കേടായിപ്പോയി അച്ഛാ, ഇനി ഞാൻ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? കമലേശ്വരത്തുള്ളവരെയൊക്കെ വിളിച്ച് ഞാൻ ഇനി ഒരിക്കലും ലക്ഷ്മി അങ്ങോട്ട് തിരിച്ചു വരില്ല, ഞാൻ മാത്രമേ തിരിച്ചു വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷത്തിലിരുന്നത്. അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി ഞാൻ എങ്ങനെ അവരുടെ മുമ്പിലേക്ക് ചെല്ലും? ഇത് വല്ലാത്തൊരു നാണക്കേടായിപ്പോയി, അച്ഛന് ഈ മാതിരി ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതാപനെ കുറ്റപ്പെടുത്തുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എന്നാലും അവൾ എങ്ങനെ അവളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു വന്നു എന്നാ മോളെ എനിക്ക് അറിയാൻ പാടില്ലാത്തത്. ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്തിരുന്നത്, ഒരിക്കലും അവളിനി തിരിച്ചു വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അവൾക്ക് ബോധം തെളിയണതിന് മുമ്പ് തന്നെ ഏതെങ്കിലും കൊക്കയിലേക്ക് അവളെ ഇട്ടേക്കണം എന്നാണ് ഞാൻ അവന്മാരോട് പറഞ്ഞിരുന്നത്. എന്നിട്ട് അവന്മാർ അവളെ ജീവനോടെ വിട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പം കരുണ പറയുന്നുണ്ട്, അച്ഛനെ ഏൽപ്പിച്ച ഗുണ്ടകൾ അത്രയ്ക്കും ഉത്തരവാദിത്തമില്ലാത്തവരായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്, അല്ലെങ്കിൽ അവളിപ്പോൾ ജീവനോടെ വരില്ലായിരുന്നു എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും അല്ല മോളെ, അവളുടെ കയ്യിലൊരു അയ്യപ്പ വിഗ്രഹം ഉണ്ടല്ലോ, ആ വിഗ്രഹം ജീവൻ വെച്ച് എഴുന്നേറ്റ് വന്ന് അവളെ രക്ഷിച്ചതായിരിക്കും, അല്ലാതെ ഒരിക്കലും അവൾക്ക് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, കാരണം അവർ അത്രയ്ക്കും ആത്മാർത്ഥതയുള്ള ഗുണ്ടകളാണ്, അതെനിക്ക് ഉറപ്പാണെന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അല്ലെങ്കിലും അവളുടെ അമ്മ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി കിടന്ന് ദൈവങ്ങളുടെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ, അപ്പോൾ ദൈവങ്ങളെയൊക്കെ അവളുടെ അമ്മ പ്രാർത്ഥിച്ച് ഉണർത്തി വിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിലും ദൈവങ്ങളൊക്കെ അവളുടെയും അവളുടെ അമ്മയുടെയും എല്ലാ പ്രാർത്ഥനകളും കേൾക്കാറുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പം കരുണ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ കമലേശ്വരത്തേക്ക് എങ്ങനെ ചെല്ലും? അതാണ് പ്രശ്നം, ഇനി അതിൻ്റെ പേരിലാണ് കണ്ണച്ചാർ കമലേശ്വരത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പം പ്രതാപൻ കരുണയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അതൊന്നും ഓർത്ത് മോള് പേടിക്കണ്ട, അവൻ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, കേസ് കൊടുക്കുമോ പോലീസിന് വരുത്തുമോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നമുക്കതൊന്നും വിഷയമല്ല എന്ന് പ്രതാപൻ കരുണയോട് പറയുന്നുണ്ട്. അതിനുശേഷം കരുണ മുത്തശ്ശിയോട് വന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി ഇനി ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും? എനിക്ക് ആകെ നാണക്കേടായി, അവളെ കൊല്ലാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ട് അത് പരാജയപ്പെട്ടപ്പോൾ തന്നെ ഇനി അവളുടെ അഹങ്കാരം ഒന്നും കൂടി കൂടിയിട്ടുണ്ടാവും, ഇനി ഞാൻ അവളുടെ മുഖത്ത് നോക്കണേ എങ്ങനെയാണ് മുത്തശ്ശി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, മോള് വിഷമിക്കാതിരിക്കുക, എന്നും അവൾക്കായിരിക്കില്ല വിജയം, ഒരു ദിവസം നമ്മളും വിജയിക്കും, അന്ന് അവളുടെയും അവളുടെ അമ്മയുടെയും എല്ലാ അഹങ്കാരവും മാറും, പിന്നെ അവൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഗുണ്ടകളെയാണ്. ഗുണ്ടകൾ നല്ല രീതിയിൽ ഇടികൊണ്ട് ആസ്പത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി വന്നേക്കാണ്ടോ. അപ്പോൾ ഗുണ്ടകളെ ഒരാൾ നന്നായിട്ട് കുഴമ്പൊക്കെ ഇട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുന്ന നേരത്ത് മെയിൻ ഗുണ്ട അയാളോട് പറയുന്നുണ്ട്, അവൻ ആരാന്നറിയില്ല, അവൻ ഞങ്ങളെ നല്ലോണം ഇട്ട് പെരുമാറി, അവൻ്റെ കൈക്കൊക്കെ എന്തു ബലമായിരുന്നു, നല്ല ശക്തിയുള്ളവനായിരുന്നു അവൻ എന്ന് പറയുമ്പം തിരുമുന്ന ആൾ ചോദിക്കുന്നുണ്ട്, അത് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ആരായിരുന്നു എന്നൊന്നും അറിയില്ല, എന്തായാലും അവൻ്റെ കയ്യിൽ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയത് തന്നെ ഞങ്ങളുടെ ഭാഗ്യം എന്നൊക്കെ ആ ഗുണ്ട പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ആ ഗുണ്ടയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുണ്ട പറയുന്നുണ്ട്, അത് ആരാന്ന് നോക്കി നീ ആ ഫോൺ ഇങ്ങോട്ട് എടുത്തേന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേഗം അയാൾ ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗുണ്ട നോക്കുമ്പോൾ അത് പ്രതാപനാണ് കേട്ടോ. വേഗം ഫോൺ അറ്റൻഡ് ചെയ്യാണ്. അപ്പോൾ പ്രതാപൻ വളരെ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, നിനക്കൊക്കെ ഞാൻ കാശ് തന്ന് ഏൽപ്പിച്ചത് എന്തിനാടാ, അവളെങ്ങനെയാണ് രക്ഷപ്പെട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ താവളത്തിലേക്കാണ് അവളെ കൊണ്ടുവന്നത്, രാത്രി ആകുമ്പം അവളെ കൊണ്ടുപോയി കൊക്കയിലിടാന്നാണ് വിചാരിച്ചത്, പിന്നെ എങ്ങനെയാടാ അവൾ നിങ്ങളുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടത് എന്ന് പ്രതാപൻ ചോദിക്കുമ്പം ഒരുത്തൻ വന്ന് അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി, അവൻ ഞങ്ങളെ നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്തു, ഞാനിപ്പോൾ ആസ്പത്രിയിൽ വന്ന് ദേഹമൊക്കെ കുഴമ്പിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ഒരു മാസത്തേക്ക് ഒരു പണിക്കും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല, ആ മാതിരി തല്ലാണ് അവൻ തല്ലിയെന്നൊക്കെ പറയുമ്പം പ്രതാപൻ ചോദിക്കുന്നുണ്ട്, അവൻ ആരാണ്, ഇതിനു മുമ്പ് നീ അവനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗുണ്ട പറയുന്നുണ്ട്, അയ്യപ്പസ്വാമിയുടെ വേഷത്തിൽ വന്നവനാണ് അവൻ വരത്തനാണെങ്കിലും അവൻ്റെ കൈക്കൊക്കെ നല്ല കരുത്താണ്, ഞങ്ങളെ എല്ലാവരെയും അവൻ ഒറ്റയ്ക്ക് നിന്ന് അടിച്ച് നിലം പരിശാക്കി, അത് കഴിഞ്ഞ് അവളെയും കൊണ്ട് പോവുകയും ചെയ്തു എന്ന് പറയുമ്പം പ്രതാപന് ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ആ ഗുണ്ടയോട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ തന്ന കാശിന് നിങ്ങൾ നല്ലോണം ജോലി ചെയ്തുല്ലോ, എനിക്ക് സന്തോഷമായി എന്ന് പറയുമ്പം ഗുണ്ട പറയുന്നുണ്ട്, സോറി, ഞങ്ങൾക്ക് ഇതുവരെയും ഇതുപോലെ ഒന്നും പറ്റിയിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ അബദ്ധം പറ്റുന്നത്, സാർ ഞങ്ങളോട് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ പ്രതാപൻ ദേഷ്യത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പ്രതാപൻ അതേ ദേഷ്യത്തോടു കൂടി മുറ്റത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂലാത്തിക്കൊണ്ട് നടക്കുകയാണ്. ആ സമയത്ത് മഹാലക്ഷ്മി കുളിച്ച് റെഡിയായി കണ്ണൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് മോഹിനിയുടെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് മോഹിനി മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, മോളെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാനിനി അതിനൊന്നും നിൽക്കണില്ല, എത്രയും വേഗം എനിക്ക് എൻ്റെ കണ്ണേട്ടൻ്റെ അടുത്ത് എത്തണം അമ്മേ, അതുകൊണ്ട് ഞാൻ പോകാമെന്ന് പറയുമ്പോൾ ആ സമയത്ത് പ്രതാപനും കരുണയും മുത്തശ്ശിയും കൂടെ മേളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടതും മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ടില്ലേ 3 പേർക്കും ഭയങ്കര വിഷമാണ്, ഇന്നലത്തെ സന്തോഷമൊന്നും ഇല്ല, ഇന്നലെ ഇവരെന്നെ സ്നേഹിച്ചത് ഇന്നലത്തോടു കൂടി എൻ്റെ ജീവിതം തീരുമെന്ന് വിചാരിച്ചാൽ,
എന്ത് സ്നേഹമായിരുന്നു, ചോറ് വാരിത്തരുന്നു, ചിക്കൻ തരുന്നു. എൻ്റെ അനിയത്തിയാണെങ്കിലും എന്നെ ആദ്യമായിട്ട് സ്നേഹിച്ചത് ഇന്നലെയാണ്. മുത്തശ്ശിയാണെങ്കിൽ എൻ്റെ തലയിൽ എണ്ണ തേച്ച് തരുന്നു, തലമുടി ചീകി തരുന്നു. എന്തൊക്കെ സ്നേഹപ്രകടനങ്ങളായിരുന്നു. അപ്പോഴും എൻ്റെ കണ്ണേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു, അവരെ വിശ്വസിക്കരുത്, അവർ ചതിക്കും, ദുഷ്ടക്കൂട്ടങ്ങളാണെന്ന്. പക്ഷേ ഞാനത് വിശ്വസിച്ചില്ല. ഞാനും എൻ്റെ അമ്മയും നിങ്ങളുടെ സ്നേഹം സത്യമാണെന്ന് വിചാരിച്ച് ഒരുപാട് സന്തോഷിച്ചു. ഇന്നലത്തെ നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ വിചാരിച്ചു എൻ്റെ അത്രയും ഭാഗ്യമുള്ള ആരും ഈ ലോകത്തില്ലാന്നാണ് ഞാൻ വിചാരിച്ചത്. അതിൻ്റെ പിന്നിൽ ഇത്രയും വലിയൊരു ചതി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. എൻ്റെ കണ്ണേട്ടൻ ഒരുപാട് പറഞ്ഞത് അവർ ചതിക്കും, തിരിച്ചു പോരെയെന്ന്. ഞാനത് കേട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് എന്ത് ആപത്ത് സംഭവിച്ചാലും എന്നെ ചേർത്ത് നിർത്താൻ എൻ്റെ കണ്ണേട്ടനുണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഒരു വിഷമവുമില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രതാപന് ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പ്രതാപൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, മോളെ ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി പ്രതാപനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരു കൊലയാളിയുടെ മനസ്സ് മറിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഇതെനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ബോധ്യപ്പെട്ടതുമാണ്. ഇതിനു മുമ്പ് നിങ്ങളുടെ ലോറി കണ്ണേട്ടൻ്റെ കാറിലിടിച്ചത് യാദൃച്ഛികമായിട്ടൊന്നുമല്ല, മനഃപൂർവ്വം ചെയ്തതാണ്. അന്ന് അതിൽ കുടുങ്ങിപ്പോയത് മേഘനാഥനാണ്. അയാൾ നിങ്ങളുടെ ആളായതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. ഇനിയും നിങ്ങൾ എന്നെയും കണ്ണേട്ടനെയും ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അടങ്ങിയിരിക്കുമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ പല രീതിയിൽ ഞങ്ങളെ പിരിക്കാൻ നോക്കി, പക്ഷേ ഞങ്ങളെ കൂട്ടിച്ചേർത്തത് ദൈവങ്ങളായതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഞങ്ങളെ പിരിക്കാൻ പറ്റില്ല എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് പ്രതാപം മറുപടി ഒന്നും പറയാണ്ട് നിൽക്കണ കാണുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്താടാ പ്രതാപം ഒന്നും മിണ്ടാണ്ട് നിൽക്കണേ, അവളോട് മറുപടി ഒന്നും പറയാത്ത എന്താണെന്ന് ചോദിക്കുമ്പോഴും പ്രതാപനൊന്നും പറയുന്നില്ല. പക്ഷേ മഹാലക്ഷ്മി അപ്പോൾ പറയുന്നുണ്ട്, മറുപടി ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഈ ചെയ്ത ചതികളെല്ലാം ഞാൻ എൻ്റെ കണ്ണേട്ടനോട് പറയും. അപ്പോൾ കണ്ണേട്ടൻ തീരുമാനിക്കട്ടെ ഇനി എന്ത് ചെയ്യണമെന്ന്. ഈ നിൽക്കുന്ന കരുണയുടെ ഭാവിയും ഇനി കണ്ണേട്ടൻ്റെ കൈകളിലാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ പറയും, ഒന്നും കൂട്ടി പറയുമൊന്നുമില്ല. നടന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞു കൊടുക്കും. കമലേശ്വരം തറവാട്ടിൽ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ മരണം ആഘോഷമാക്കാൻ നിൽക്കുന്ന കുറേ പേരുണ്ടല്ലോ, അവരോടും വിളിച്ച് പറഞ്ഞേരെ. ഇനി അവരുടെ ഭാവിയും തീരുമാനിക്കുന്നത് കണ്ണേട്ടനായിരിക്കും എന്ന് മഹാലക്ഷ്മി പറയുമ്പം വളരെ ദേഷ്യത്തോടു കൂടി മുത്തശ്ശി പറയുന്നുണ്ട്, വീൽ ചെയറിലിരിക്കണ ഒരുത്തനെ കണ്ടുകൊണ്ടാണോ നീ തുള്ളണേ, നീ അധികം തുള്ളൊന്നും വേണ്ട എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ശരിയാ എൻ്റെ കണ്ണേട്ടൻ വീൽ ചെയറിലായിരിക്കണേ, പക്ഷേ എൻ്റെ കണ്ണേട്ടൻ വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ്. അദ്ദേഹം എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷമാണ് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങിയത്. ഒരിക്കലും അദ്ദേഹം എന്നെ തള്ളിക്കളയില്ല. അതുകൊണ്ട് വീൽ ചെയറിലാണെങ്കിലും എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഓർത്ത് അഭിമാനമുള്ളൂ എന്ന് പറയുമ്പം മുത്തശ്ശിയുടെയും കരുണയുടെയും ഒക്കെ മുഖം ദേഷ്യം കൊണ്ട് അങ്ങോട്ട് വലിഞ്ഞു മുറുകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നിൻ്റെ ഈ അഹങ്കാരം അധികകാലം ഉണ്ടാവുമെന്ന് വിചാരിച്ച് നീ ഇരിക്കണ്ട എന്ന് പറയുമ്പം മഹാലക്ഷ്മി മുത്തശ്ശിയുടെ മുഖത്തടിക്കും പോലെ പറയുന്നുണ്ട്, എൻ്റെ കണ്ണേട്ടൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല, അതെനിക്ക് ഉറപ്പാണെന്ന് പറയുമ്പം മോഹിനി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, കണ്ടല്ലോ എൻ്റെ മകൾക്ക് കണ്ണനോടുള്ള സ്നേഹം, അതുപോലെ തന്നെ കണ്ണനും എൻ്റെ മകളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ആരും എൻ്റെ മക്കളെ ദ്രോഹിക്കാനായിട്ട് ശ്രമിക്കണ്ട എന്ന് പറയുമ്പം പ്രതാപൻ വളരെ ദേഷ്യത്തോടു കൂടി മോഹിനീനെ തല്ലാനായിട്ട് കൈ പൊക്കിക്കൊണ്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പം മഹി വേഗം തന്നെ മോഹിനിയുടെ ഫ്രണ്ടിലോട്ട് കയറി നിന്നിട്ട്, എൻ്റെ അമ്മയെ തൊട്ടു പോകരുത്, ഇനി എൻ്റെ അമ്മയുടെ ദേഹത്ത് നിങ്ങളുടെ കൈ വീണാൽ അപ്പം ഇവിടെ എത്തുന്നത് പോലീസായിരിക്കും, പിന്നെ അമ്മയും മോനും മഴ എണ്ണേണ്ട വരും, അതുകൊണ്ട് എൻ്റെ അമ്മേനെ ഉപദ്രവിക്കാൻ ശ്രമിക്കണ്ട. ഏതായാലും നിങ്ങളുടെ ഈ പ്ലാൻ ചീറ്റിപ്പോയല്ലോ, ഇനി അടുത്ത പ്ലാൻ അറേഞ്ച് ചെയ്യുക, അല്ലാതെ അമ്മയെ ഉപദ്രവിച്ചിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഈ വിവരങ്ങളെല്ലാം എൻ്റെ കണ്ണേട്ടനോട് പറയും. കണ്ണേട്ടൻ നിങ്ങളെ വെറുതെ വിടുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കേണ്ട. കണ്ണേട്ടൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയും ചെയ്യും, വേണമെങ്കിൽ നിങ്ങളെ ജയിലിൽ വരെ എത്തിക്കുകയും ചെയ്യും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് പ്രതാപനെയും കരുണേനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് മഹാലക്ഷ്മി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പ്രതാപൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ പരിങ്ങി നിൽക്കുന്ന നേരത്ത് മോഹിനി 3 പേരെയും തർപ്പിച്ച് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. മോഹിനി പോയി കഴിഞ്ഞതും പ്രതാപനോട് അമ്മ ചോദിക്കുന്നുണ്ട്, എടാ പ്രതാപ, അവൾ പറഞ്ഞതുപോലെ ആ കണ്ണൻ കേസ് കൊടുത്ത് നമ്മളെ ജയിലിൽ കയറ്റിവിടാമെന്ന് ചോദിക്കുമ്പം പ്രതാപൻ ഭയങ്കരമായിട്ട് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങനെ അവൾ കേസ് കൊടുത്ത് എന്നെ ജയിലിലെങ്ങാനും കയറ്റിയാൽ ഞാൻ ഇറങ്ങിയ പാടെ അവനെയും അവളെയും തീർത്ത് കളയാനുള്ള അടുത്ത പദ്ധതി പ്ലാൻ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് അനന്തുവിൻ്റെ വീട്ടിൽ ഇറങ്ങുന്നതാണ് കേട്ടോ. എന്നിട്ട് ഓട്ടോയ്ക്ക് പൈസയൊക്കെ കൊടുത്തതിന് ശേഷം വേഗം തന്നെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് ഓടി ചെല്ലുമ്പോൾ അവിടെ ലേഖ മഹാലക്ഷ്മിയെ കണ്ട് ഓടി വന്ന് മഹാലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ ഇതുവരെ എവിടെയായിരുന്നു, നിന്നെ കാണാണ്ട് ഇവിടെ ഒരാൾ ആകെ ടെൻഷൻ അടിച്ച് ചാകാറായി ഇരിക്കുകയാണെന്ന് പറയുമ്പം മഹാലക്ഷ്മി വേഗം തന്നെ കണ്ണേട്ടനെ എവിടെയാണ്, എനിക്ക് കണ്ണേട്ടനെ കാണണമെന്ന് പറഞ്ഞ് ഓടി കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം കണ്ണനോട് പറയുന്നുണ്ട് കേട്ടോ.
അത് കഴിയുമ്പം ദുർഗ കണ്ണൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ ഫോൺ എടുത്തിട്ട് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം മോനെന്താ ഇങ്ങോട്ട് വരാത്ത, എനിക്ക് മോനെ കാണണമെന്ന് തോന്നുകയെന്ന് പറയുന്നുണ്ട്. അപ്പം കണ്ണൻ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ വരാം, മഹാലക്ഷ്മി അവളെ കാണുന്നില്ല അമ്മേ, എന്ത് പറ്റിയെന്ന് അറിയില്ല, ഇന്നലെ മുതൽ അവളെ കാണാനില്ല എന്ന് പറയുമ്പോൾ ദുർഗയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഫോൺ വെച്ചിട്ട് കണ്ണൻ മഹിയോട് പറയുന്നുണ്ട്, മഹി കരുണ വിളിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അവരൊന്നും അറിഞ്ഞിട്ടില്ല, അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അവർ സന്തോഷിക്കട്ടെ, നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞ് മഹിയും കണ്ണനും പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട് കേട്ടോ. ഈ ഒരു സീനിലാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത പ്രൊമോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.